ഇതാണ് ലബാക്ഷി ടെമ്പിൾ. ഈ ലബാക്ഷി ടെമ്പിളിന് ഈ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, രാമായണ കഥകളിൽ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ജടായു രാവണനെ തടുക്കും. രാവണനുമായിട്ടുള്ള ആ മൽപ്പിടുത്തത്തിന്റെ ഇടയിൽ ജടായു പരിക്കേറ്റിട്ട് താഴോട്ട് വീഴും. അപ്പോൾ ശ്രീരാമൻ ജടായുവിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ജടായുവിനെ നോക്കിയിട്ട് രാമൻ പറയും ലേപാക്ഷി എന്ന്. തെലുങ്കിലാണ് ലേപാക്ഷി എന്നുള്ള വാക്ക്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ റൈസ് ബേർഡ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ലേപാക്ഷി എന്ന് പേര് വന്നത്. ഇതെല്ലാം ഞാൻ ഈ ഗൂഗിളിൽ നിന്നൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ. നമ്മളുടെ ഹിസ്റ്ററികളിലുള്ള കാര്യങ്ങളും ഈ ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനൊക്കെ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വീരഭദ്ര എന്ന് പറയുന്ന ശിവന്റെ ഒരു അവതാരമായിട്ടാണ് നമ്മൾ പറയപ്പെടുന്നത്. ഈ ടെമ്പിൾ പണിയാനുള്ള മാസ്റ്റർ മൈൻഡ് പറയുന്ന ബ്രദേഴ്സിന്റെ ആണെങ്കിലും, വിരുവണ്ണ നായകന്റെയും വീരണ്ണയുടെയും ആണ് ഈ മാസ്റ്റർ മൈൻഡ് എന്നുണ്ടെങ്കിലും, ഇത് ചെയ്ത വർക്കേഴ്സ് എന്ന് പറയുന്നത് വേറെ ആൾക്കാരാണ്. പക്ഷെ അവരുടെ പേരോ അവരുടെ ഒരു ഡീറ്റെയിൽസോ ഹിസ്റ്ററിയിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പെരുന്തച്ഛനെ പറ്റിയിട്ട് ഉള്ള ഒരു കഥകളുണ്ടല്ലോ, അതുപോലെ സ്കൾപ്റ്റ് ചെയ്ത ആളില്ലേ, ആ ആളുടെ പേര് ഹിസ്റ്ററിയിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ കുറേ റിസർച്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനെ പറ്റിയിട്ട് വല്ല ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്ത ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നാഗലിംഗ എന്ന് പറയുന്ന ഈ ഒരു രൂപമാണ്. ശിവലിംഗത്തിന് ചുറ്റും ചുറ്റിപ്പിണങ്ങി നിൽക്കുന്ന ഒരു വലിയൊരു നാഗം, അതിന് മേളിൽ ഒരു കൊട പോലെ നമ്മുടെ ശിവലിംഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ നിൽക്കുന്ന ഒരു രൂപം നമുക്ക് അമ്പലത്തിനുള്ളിൽ കാണാം. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അട്രാക്ഷനാണ്. ഇതാണ് ലബാക്ഷി ടെമ്പിളിലെ പണിതീരാത്ത കല്യാണ മണ്ഡപം. 130 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് വന്നതിന് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെയുള്ള ഈ വർക്കുകളൊക്കെ ഒരു വട്ടമെങ്കിലും നമ്മൾ ലൈവായിട്ട് ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കണം. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയാണ്. ഇതൊക്കെ ലെജൻസിൻ്റെ വർക്കുകളാണ്. ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും കാണണം, നേരിട്ട് കാണണം. ഇതിനുള്ളിലോട്ട് കയറുന്നതിന് തൊട്ട് മുൻപ് വരെ നമ്മൾ വലിയ പ്രതീക്ഷകളൊന്നുമായിട്ട് വന്നതല്ല. പക്ഷേ ഈ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് കടന്ന് ഇവിടെയുള്ള കല്ലുമ്മയുള്ള ഈ ഒരു രൂപങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ള ഫിനിഷിങ് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ശരിക്ക് സത്യം പറഞ്ഞ കിളി പോയി എന്ന് പറയാം. അതും 16th സെഞ്ച്വറിയിൽ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള വർക്കുകൾ അൺബിലീവബിൾ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ മനുഷ്യന്മാർ കൈകൊണ്ട് ഈ ഒരു വെപ്പൺസ്, ഈ ടൂൾസ് എന്നൊക്കെ പറയുന്നത് വളരെ സാധാരണ നമ്മുടെ ഈ അയൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ ടൂൾസുകളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വെച്ചാൽ കഴിവ് എന്നൊക്കെ പറഞ്ഞാൽ മാരകമായ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഒരു ഡിസൈനുകൾ, ഇങ്ങനെ ഒരു കല്ലുമ്മ ഇങ്ങനെ രൂപങ്ങളൊക്കെ കൊത്താൻ പറ്റത്തുള്ളൂ. ഈ അമ്പലത്തിന് ചുറ്റുമുള്ള കാഴ്ചകളിൽ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ വാളിൽ എന്തോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ലബാക്ഷി ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി.
ഇറങ്ങിയപ്പോൾ നമുക്ക് 2 റൂട്ട് കണ്ടു തിരിച്ചു പോകാൻ. നമ്മൾ വന്ന വഴിക്കും പോവാം, പിന്നെ വേറൊരു വഴി കൂടെ കാണിച്ചു. ഞങ്ങളപ്പോൾ എന്തെങ്കിലും പുതിയ വല്ല വല്ല വെറൈറ്റി വിഷ്വൽസ് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ റൂട്ട് കൂടെ ഇറങ്ങി. ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ ബൈക്ക് റൈഡ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കുന്നതിനായിട്ട് മേളാണ്. ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ബൈക്ക് എടുത്തിട്ട് വരുന്നത്. നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കാറ്റും നമ്മൾ നാച്ചുറലിനോട് കൂടുതൽ അടുത്ത് പോകുന്നത് പോലത്തെ ഈ ഒരു ഫീലിങ്സ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ബൈക്ക് റൈഡ് തന്നെ ചെയ്യണം. എന്ത് മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന. എന്ത് രസമാണ് നോക്കി ലേക്ക് കാണാൻ. ഇവിടെ എന്തോ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു. നമുക്ക് ഇപ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ടിങ്ങൊക്കെ ചെയ്യാം. നല്ല കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ബോട്ടിലിട്ട് ഇങ്ങനെ കറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് ലബാക്ഷി ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ടൈം ലേറ്റായി. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ പെട്ടിട്ട് നമുക്ക് വീട്ടിലെത്താൻ റൂമിലെത്താൻ കുറേ ടൈമാവും. പിന്നെ നമ്മുടെ ഒപ്പം ഒരാളും കൂടി ഉള്ള കാരണം കൊണ്ട് ആൾക്കും കറക്റ്റ് സമയത്ത് വീട്ടിലെത്തേണ്ട കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ബോട്ടിങ്ങിന് കയറാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഞാൻ നെക്സ്റ്റ് ടൈമൊക്കെ സോളോ റൈഡ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ കാണുന്ന ഇതുപോലെയുള്ള ബോട്ടിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണെങ്കിലും അതൊക്കെ വിഷ്വല് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ അതിലൊക്കെ കയറി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രമിക്കാം നെക്സ്റ്റ് ഞാൻ സോളോ റൈഡ് പോകുമ്പോൾ. നമ്മൾ ഈ ബൈക്ക് റൈഡുകളിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു വിഷ്വല് കാണുമ്പോഴാണ്. നമ്മൾ ഇത്രയും ഒരു 130 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കുറേ നടന്ന് ക്ഷീണിച്ച് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂവിലൂടെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമാണ്. നമ്മൾ ഇത്രയും ടയേർഡായാലും എന്താണെങ്കിലും നമ്മുടെ ആ ഒരു ഫുൾ മൈൻഡ് റീഫ്രഷായി നമ്മൾ ഈ ഒരു വഴി കൂടെ വന്നപ്പോൾ. നല്ല അടിപൊളി റോഡാണ്. നമ്മൾ ഈ റൂട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള റോഡ് കിട്ടും. ബൈക്ക് റൈഡേഴ്സിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വന്ന വഴിക്ക് തന്നെ പോരാതെ ഈ ഒരു റൂട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഇതുപോലത്തെ കുറേ നല്ല സീനറി ഒക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലബാക്ഷി ടെമ്പിളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ വരുമ്പോൾ ഈ ഒരു റോഡ് ഒന്ന് ട്രൈ ചെയ്താൽ സൂപ്പറായിരിക്കും. ടെമ്പിളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അവിടെ മറ്റേ നമ്മൾ കണ്ടില്ലേ കുറേ രൂപങ്ങൾ ഇങ്ങനെ കൊത്തിയിട്ടുള്ള കുറേ നല്ല രസമുള്ള കുറേ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. നല്ല രസമുണ്ട് കാണാൻ ആക്ച്വലി. പിന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് കണ്ടതാണ് ഈ ഒരു ഏരിയ. ഇത് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നല്ല റോഡുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ നല്ല ഈ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ല റോഡാണ്. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.